ഒരിടത്ത് ഉദ്ഘാടനം, ഒരിടത്ത് പ്രതിഷേധം, മറ്റൊരിടത്ത് പ്രതിഷേധത്തിനെതിരെ പ്രതിഷേധം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പുല്ലൂറ്റ് സമാന്തര പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവുമാണ് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭയിലെ പ്രമുഖ പ്രതിപക്ഷമായ BJP കൗൺസിലർമാർ പങ്കെടുത്തില്ല. സമ്മേളനത്തിന് ശേഷം പുതിയ കെട്ടിടത്തിൽ VR സുനിൽകുമാർ MLA അടക്കമുള്ളവർ എത്തിയാണ് നാടമുറിച്ച് നഗരസഭാ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനിടയിൽ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പുതിയ നഗരസഭാ കെട്ടിടത്തിന് മുന്നിലേക്ക് മാർച്ച് നടത്തുകയും കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേരുകയും ചെയ്തു. പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെയും ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം എത്രത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങള് ഇത് കൃത്യമായിട്ട് പരിശോധിച്ചതിന്റെ പേരിലാണ് ഇന്ന് ബിൽഡിംഗ് ഉദ്ഘാടന മാമാങ്കത്തില് പങ്കെടുക്കാണ്ടിരുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് പണി പൂർത്തീകരിക്കാത്ത കുറെ ബിൽഡിങ്ങുകൾ ഉദ്ഘാടനവും അതുപോലെ തന്നെ നട്ടാൽ മുളയ്ക്കാത്ത രീതിയിലുള്ള കുറെ കല്ലിടൽ മാമാങ്കവുമാണ് MLA നേതൃത്വത്തിലും ചെയർപേഴ്സന്റെ നേതൃത്വത്തിലും കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൗൺസിലർമാരായ ON ജയദേവൻ, രശ്മി ബാബു, പ്രജീഷ് ചെല്ലിയിൽ, ധന്യ ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP പ്രതിഷേധത്തിനിടെ LDF പ്രവർത്തകർ സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യം മുഴക്കി. പരിപാടിക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഹനി പീതാംബരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, KK ഹാഷിഖ്, രസോജ ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.